നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പ്രാതൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇഡ്ഡലി, ദോശ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവർ കഴിക്കുന്നത്. പക്ഷെ മറ്റു ഭക്ഷണങ്ങളുണ്ട്. ഇടിയപ്പം, പുട്ട്, അപ്പം, അല്ലെങ്കിൽ പൂരി, ചപ്പാത്തി, ഇതെല്ലാം ഭക്ഷണങ്ങളാകുമെങ്കിലും ശരാശരി മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ദിവസം രാവിലെ അവരിഷ്ടപ്പെടുന്നത് ഇഡ്ഡലിയും ദോശയും. നമ്മൾ തൽക്കാലം ഇഡ്ഡലിയിൽ ഒരു കണക്ക് വെച്ച് നോക്കാം. എത്ര ഇഡ്ഡലിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എത്ര ഗുണം കിട്ടും എന്നുള്ളൊരു കണക്ക്. നമ്മൾ അറിയേണ്ടത് അരിയും ഉഴുന്നും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ മാവ് ഉണ്ടാക്കുന്നത്. ഉഴുന്ന് ആദ്യം അരയ്ക്കുന്നു. അത് നല്ല രീതിയിൽ ബാറ്ററായി കഴിയുമ്പോൾ അരി അരച്ച് ചേർക്കുന്നു. അതിൻ്റെ അകത്ത് ഉലുവ ചേർക്കാം, കറിവേപ്പില ചേർക്കാം, ചിലപ്പോൾ ഇഞ്ചിയുടെ കൊത്തൊക്കെ ചേർത്ത്, ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിലൊരു ചെറിയ ഇഡ്ഡലി പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ആ സൈസ് ഇഡ്ഡലി ആണെങ്കിൽ ഒരു ഇഡ്ഡലിക്ക് 24-25 ഗ്രാം വെയിറ്റ് വരും. അതിലൊരു 4 ഇഡ്ഡലി കഴിക്കുന്ന ഒരാളിന് എത്ര പ്രോട്ടീൻ കിട്ടും എന്നുള്ളതാണ് ഒരു നോക്കേണ്ടത്. അതിൻ്റെ അരിയും ഉഴുന്നുകൊണ്ട് സാധാരണ രീതിയിൽ ഇവിടെ 3:1 റേഷ്യോയിലാണ് അരി ഉഴുന്നും ചേർക്കുന്നത്. 2:1 ആക്കുന്നതാണ് നല്ലത്. ഇപ്പം 24 ഗ്രാം ഇഡ്ഡലി ഉള്ളതിൽ 16 ഗ്രാം അരിയും 8 ഗ്രാം ഉഴുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ന്യൂട്രീഷണൽ വാല്യൂ കൂടും. അതായത് ഇങ്ങനത്തെ 4 ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ 4 ഇഡ്ഡലിക്ക് 100 ഗ്രാം വെയിറ്റ് വരും. അതിൻ്റെ അകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 4.5 ഗ്രാം പ്രോട്ടീനാണുള്ളത്. അപ്പോൾ അത്രയും പ്രോട്ടീനെ നമുക്കതിൽ നിന്ന് കിട്ടുകയുള്ളൂ. 150-150ഓളം കാലറി ഊർജ്ജവും കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻ ഗുണം കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? അതിനകത്ത് ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 2 മുട്ട ചേർത്ത് കഴിഞ്ഞാൽ 10 ഗ്രാം പ്രോട്ടീൻ കൂടെ കിട്ടും. അപ്പം നേരത്തെ 4.5 ഗ്രാം പ്രോട്ടീൻ്റെ കൂടെ 10 കൂടെ ആകുമ്പോൾ 14 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് കുറച്ചുകൂടെ ഗുണമേന്മയുണ്ടാകും. മറ്റൊരു രീതി എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റബിൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെറുപയറോ അല്ലെങ്കിൽ കടലയോ ഉള്ള കറി വയ്ക്കണം. അതിന് അതിൻ്റെ അകത്തുള്ളത് 5 ഗ്രാം പ്രോട്ടീൻ ആണ് കിട്ടുന്നത്. 150 ഗ്രാം, അതായത് 35 ഗ്രാം കടലയാണ് വേവിക്കുമ്പം നമ്മളൊരു സെർവിങ് 150 ഗ്രാം കടലക്കറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏതാണ്ടൊരു 4.5-5 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാകും. അല്ലെങ്കിൽ 6 ഗ്രാം വരെ പോകാം, കടലയുടെ ഗുണമനുസരിച്ചിരിക്കും. അപ്പോൾ 6 ഗ്രാം കിട്ടിയാൽ തന്നെ നേരത്തെ കിട്ടിയ 4 ഗ്രാമും ഒരു 11 ഗ്രാം പ്രോട്ടീൻ എല്ലാം കൂടെ കിട്ടും. അപ്പോൾ ഒരു മുട്ട കൂടെ ചേർക്കുകയാണെങ്കിൽ 15 ഗ്രാം ആകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഗുണമേന്മ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ വെക്കണം. അപ്പോൾ ഇഡ്ഡലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ ഒന്നുകിൽ മുട്ട, വേറെ എണ്ണയൊന്നും ചേർക്കാതെ മുട്ട തയ്യാറാക്കണം. ഒന്നുകിൽ മുട്ട ചേർക്കാം, അല്ലെങ്കിൽ കടലയുടെ പയറുവർഗ്ഗത്തിൽപ്പെട്ട ഈ പൾസസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ കറിയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഡ്ഡലിയിൽ നിന്ന് കിട്ടുന്ന രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്ന